ചെയ്തിട്ടാ. ഇതൊന്നും പാപഫലമല്ല, ഭാഗ്യമായിട്ട് കൂട്ടിയാൽ മതി. അമ്മായിക്ക് മാത്രമല്ല, നമ്മുടെ എല്ലാം ഭാഗ്യമായിട്ട് കരുതിയാൽ മതി. അങ്ങനെയല്ലായിരുന്നെങ്കിൽ നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടിട്ട് ഈ മുഖം പോലും മാറിയിട്ടും എനിക്ക് തിരിച്ചു കിട്ടുമായിരുന്നു. ജീവനോടെ ഉണ്ടായിരുന്നോ എന്ന് പോലും അറിയാത്ത അമ്മായി ഇങ്ങനെ തിരിച്ചു വരുമായിരുന്നു. ഇത്രയും നാള് ശ്രമിച്ചിട്ടും അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനായില്ല. അതിനൊരു കാരണമായി തീർന്നത് നീയാണ്. ഇതെല്ലാം ഒരു നിയോഗമാണ് വൈദേഹി. പിന്നെ അമ്മ കാണുന്ന ഇപ്പോഴത്തെ സ്വപ്നങ്ങൾ, നമ്മൾ രണ്ടുപേരും നന്നായിട്ട് ജീവിക്കുന്ന കാണുമ്പോൾ അമ്മയുടെ ആ ദുസ്വപ്നമൊക്കെ മാഞ്ഞു പോയിക്കോളും. എന്താ അങ്ങനെയല്ലേ? അതിരിക്കട്ടെ, അമ്മായിയുടെ കരുത്തിലൊക്കെ കൊള്ളാം. പക്ഷെ എന്റെ കാര്യത്തിൽ ഇതുവരെ ഒരു കരുതൽ കിട്ടിയില്ല. അത് ശരി, ഡേവിഡിനാണ് ഇത് എന്നോട് ചോദിക്കുന്നത്. എനിക്ക് ചിന്ത ഉള്ളത് കൊണ്ടല്ലേ ജാനകിയുടെ രൂപത്തിൽ ഞാൻ ഡേവിഡിന്റെ കൂടെ തന്നെ നിന്നേ. ഓ, അതും ശരിയാണ്. എന്റെ മനസ്സിൽ നിന്നെ കുറിച്ചുള്ള ചിന്തകള് നിനക്കെന്തെങ്കിലും പിടികിട്ടിട്ടുണ്ടോ? ആ, ജാനകിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തെ. ഈ തിരക്കുകൾക്കിടയിൽ ഞാൻ അക്കാര്യം മറന്നുപോയി. അതിരിക്കട്ടെ ദേവേട്ട, വൈദേഹി വേണ്ടെന്ന് വെച്ച് ജാനകിയെ കല്യാണം കഴിക്കാൻ ദേവേട്ട റെഡി ആയിരുന്നില്ലേ? പിന്നെ അവൾ ഈ ജാനകിയുടെ കേസ് എടുത്തിരുന്നെന്തിനാ? അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. എനിക്കത് പറഞ്ഞേ പറ്റൂ. എന്തിനാ ദേവേട്ട ജാനകിയെ കല്യാണം കഴിക്കാൻ തയ്യാറായ? അപ്പോ ദേവേട്ടന് ജാനകിയാ ഇഷ്ടമല്ലേ? ഹലോ, വൈദേഹിയെ വേണ്ടെന്ന് വെച്ച് ആരെങ്കിലും അങ്ങനെ ജാനകിയെ പോയി കല്യാണം കഴിക്കുമോ? ഒരു വട്ടം എന്റെ വൈദേഹിയുടെ ഫേസ് ഒന്ന് കണ്ടാലുണ്ടല്ലോ സാറേ. എന്നുവെച്ചാ ഈ ഫേസ് ദേവേട്ടന് ഇഷ്ടമായില്ല അല്ലേ? അയ്യോ, അങ്ങനെയല്ല പറഞ്ഞേ. ജാനകിക്ക് എന്തിന്റെ കുറവാ? എന്ത് രസമുള്ള ഫേസ് ആണെന്നറിയോ? അതുകൊണ്ടല്ലേ ജാനകിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്? ഇപ്പോഴല്ലേ മനസ്സിലായത്? ദേവേട്ടന് ഞാൻ വെച്ചിട്ടുണ്ട്. അല്ല, വൈദേഹി നിക്ക്. വൈദേഹി ആനയെന്ന് പറഞ്ഞ ചേനയെന്ന് കേൾക്കും, ചേനയെന്ന് പറഞ്ഞ ആനയെന്ന് കേൾക്കും. എത്ര കാലം കഴിഞ്ഞിട്ട് ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നേ. അന്നേരം അവൾ ഓരോന്നും പറഞ്ഞു വരും. വൈദേഹി. ശാന്തി, ഈ സാരിയോ ആഭരണങ്ങളും ഇട്ടോ. ഇതൊക്കെ എന്തിനാ ഏട്ടത്തിയമ്മേ? ഈ സാരിക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല ശാന്തി. ഏത് സാരി ഉടുത്താലും നിനക്ക് നന്നായിട്ട് ഇണങ്ങും. പക്ഷെ ഇതുകൊടുത്താലും നീ ശാന്തിയാവൂ. ഈ ആഭരണങ്ങളൊക്കെ നിനക്ക് നന്നായിട്ട് ചേരും ശാന്തി. ഈ ആർഭാടങ്ങളൊക്കെ ഞാൻ ഉപേക്ഷിച്ചിട്ട് 20 വർഷങ്ങൾ കഴിഞ്ഞ ഏട്ടത്തിയമ്മേ. ഇപ്പൊ എനിക്ക് ഇതൊക്കെ ശീലായിപ്പോയി. പുറമോടിയിലൊന്നും ഒരു കൊതിയില്ല. ഇതിനൊന്നും നിനക്ക് കൊതിയുണ്ടെന്ന് കരുതിയിട്ടല്ല. ഇത് ഞങ്ങളുടെ ഒരാഗ്രഹം, അങ്ങനെയൊന്ന് കാണാൻ വേണ്ടി. കൊട്ടാരം വീട്ടിലെ പ്രധാനപ്പെട്ട അംഗ, അതായത് ഈ വീടിന്റെ മഹാലക്ഷ്മിയാ നീ. നീ ശ്രദ്ധിച്ചോ, നീ ഇവിടേക്ക് കയറി വന്നതും ഈ വീട്ടിലുള്ളവർക്കെല്ലാം എത്രമാത്രം സന്തോഷാന്ന്. നീ ഒരു മഹാലക്ഷ്മിയെ പോലെ തന്നെ നിൽക്കണം. അപ്പൊ ആ സന്തോഷം അങ്ങനെ തന്നെ നിൽക്കും. എടുത്തു ശാന്തി, എല്ലാം നിനക്കുള്ളതാ.
ഞാൻ തുടിക്കും മോഹം അരികിൽ പതിയിട നെഞ്ചില്ലാരോ മൂളും രാഗം മിഴികൾ മൊഴിയും മധുരം കിനിയും എന്താണ് രാവിലെ തുടങ്ങി മുല്ലപ്പൂവും ജമന്തിപ്പൂവും ഒക്കെ ആയിട്ട് ഇന്നെന്തെങ്കിലും സ്പെഷ്യൽ വിശേഷമുണ്ടോ? അമ്മ വീട്ടിലേക്ക് വന്നതല്ലേ, ഞാൻ വീണ്ടും വൈദേഹിയായിട്ട് ദേവേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നതല്ലേ, അതിനേക്കാൾ വലിയ വിശേഷം എന്താ വേണ്ടേ? ഉത്സവങ്ങളും ആഘോഷങ്ങളും സന്തോഷം തരുമെന്നറിയില്ല, സന്തോഷം തോന്നുമ്പോ എല്ലാം ആഘോഷമല്ലേ. എന്താ ദേവേട്ട എങ്ങനെ നോക്കുന്നേ? ഡൗട്ടൊന്നുമില്ല, നീ ശരിക്കും വൈദേഹി തന്നെ. അതെന്താ? അപ്പൊ ഞാൻ വൈദേഹി അല്ല എന്നുള്ള ഡൗട്ട് ദേവേട്ടന് ഇപ്പോഴും ഉണ്ടല്ലേ? അതല്ല, ഇപ്പൊ സംശയം മുഴുവനായിട്ട് മാറിയെന്ന് പറയായിരുന്നു. നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇതുപോലെ നീ തോരണം കെട്ടി നിൽക്കുമ്പോ പുറകേന്ന് വന്ന് ഞാൻ എടുത്തായിരുന്നു. എന്താ അത് ഓർമ്മയുണ്ടോ? അതേ ഭാരവും അതേ ഫീലിങ്ങും. അതുകൊണ്ട് തന്നെ നീ വൈദേഹിയാന്ന് ഞാൻ കൺഫേം ആയിട്ട് അങ്ങ് പറയുന്നു. ഇപ്പൊ കൺഫേം ആയെന്ന് പറഞ്ഞ ഇതുവരെ സംശയം ഉണ്ടായിരുന്നു എന്നല്ലേ? അയ്യോ, അങ്ങനെയൊന്നുമല്ല. ദേവേട്ടൻ എന്നെ നിറക്കി വിട്ടേ. എന്റെ അമ്മ അങ്ങനെയൊന്നും അല്ലെന്ന് പറഞ്ഞില്ലേ ജാനകി? ജാനകിയോ? അതല്ല ഉദ്ദേശിച്ചേ. ഇതിനിടയ്ക്ക് ജാനകി എവിടുന്ന വന്നേ? അതല്ല, ആ മുഖം വൈദേഹിയായും ഈ മുഖം ജാനകിയായിട്ടും ശീലിച്ചു പോയില്ലേ? അപ്പോ ഈ മുഖം ഉള്ളത് കൊണ്ട് ഞാൻ വൈദേഹിയല്ലേ? അല്ലേ? അല്ലേ എന്ന് ചോദിച്ചേ. വൈദേഹി അല്ലെന്ന് ആരും പറഞ്ഞില്ലല്ലോ. നിന്റെ ഈ ഫേസിൽ നോക്കി ജാനകി എന്ന് വിളിച്ചുള്ളൊരു ശീലമല്ലേ ഇതുവരെ. അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറയുന്നേ. അയ്യോ സോറി സോറി സോറി, വൈദേഹി തന്നെ, വൈദേഹി വൈദേഹി തന്നെ. അവനൊന്നും ചെയ്യില്ലേ? അയ്യോ അമ്മേ, ദേവേട്ടനോട് നിക്കാനാ പറഞ്ഞേ. ഓടുന്നത് ദേവേട്ടാ. ശാന്തി, മോളുടെ കണ്ണെന്തിനാ നിറഞ്ഞത്? എന്ത് പറ്റി മോളെ? എന്താണെങ്കിലും പറ. ഒരു വശത്ത് സന്തോഷം, മറ്റൊരു വശത്ത് സങ്കടം, രണ്ടും ഉണ്ടല്ലോ അമ്മേ. മക്കൾ ഇങ്ങനെ കളിച്ച് രസിക്കുമ്പോ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ഇത്രയും കാലം നഷ്ടപ്പെടുത്തി നോർക്കുമ്പോ ഒത്തിരി വിഷമമുണ്ട്. ഈ തല്ലും വഴക്കും പരിഭവങ്ങളും ഇതെല്ലാം എനിക്ക് എത്ര കാലം നഷ്ടപ്പെട്ടു.
കഴിഞ്ഞു പോയതിന് നമുക്ക് മാറ്റാൻ പറ്റില്ല മോളെ. ഓർമ്മിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി. സങ്കടങ്ങളെ മറക്കാൻ പറ്റുക, അതിന് കഴിഞ്ഞാൽ അത് ഭാഗ്യ. ഇപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷമായി വല്യേട്ട. സത്യം പറഞ്ഞ വീണ്ടും നിങ്ങളെയൊക്കെ കാണാൻ പറ്റുന്ന പോലും അറിയില്ലായിരുന്നു. എന്നിട്ടും കണ്ടില്ലേ. ഇതിനേക്ക് കൂടുതൽ എനിക്ക് എന്താ വേണ്ടേ? എന്നാലും ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അത് മരണം വരെ ഉണ്ടാവുകയും ചെയ്യും. എന്റെ അജയൻ മോനെ ഇങ്ങനെ കാണുമ്പോ മനസ്സിന് വല്ലാത്ത സങ്കടമുണ്ട്. നിന്റെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് വിഷമം. ശരിയമ്മേ, അത്രയ്ക്ക് സഹതാപമൊന്നും എന്റെ കാര്യത്തിൽ വേണ്ട. ചന്ദ്രികയുടെ അടുത്ത് ചെറിയമ്മയുടെ ജീവിതവും ഇവിടുത്തെ എന്റെ ജീവിതവും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു വ്യത്യാസം മാത്രം, അവിടെ ചെറിയമ്മയെ ചങ്ങലക്കിട്ടിരുന്നു. ഇവിടെ അതുമാത്രം ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം ഒരുപോലെ. ഊർമിളെ, എന്തിനെപ്പിതൊക്കെ? ഞാൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ അമ്മേ? എന്റെ വിഷമം മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് എന്റെ വാക്കുകളും തെറ്റായിട്ട് തോന്നില്ല. ശാന്തി അവള് പറയുന്നതൊന്നും കാര്യാക്കണ്ട. അവള് പറഞ്ഞത് കേട്ടില്ലേ? മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് തെറ്റായി തോന്നില്ലെന്ന്. എന്റെ മോളായിരുന്നെങ്കിൽ അവളെ മനസ്സിലാക്കാൻ ഞാനും ശ്രമിക്കില്ലേ? ചേച്ചി, 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 എന്നെ രക്ഷിക്കാവോ? വൈദേഹി, എന്നെ ഹലോ 108 ഇവിടെ. അത് വൈദേഹിയല്ലേ? അവൾ എന്തിനാ എന്നെ രക്ഷിച്ചത്? ഞാൻ ചെയ്ത കാര്യത്തിന് എന്റെ മരണമല്ലേ അവൾ ആഗ്രഹിക്കേണ്ടത്? പകരം എന്തിനെന്നെ രക്ഷിച്ചു? അത് വൈദേഹി തന്നെ അല്ലേ? അതോ വൈദേഹിയെ പോലെ മറ്റാരെങ്കിലും ആണോ? ആരായിരിക്കും അത്?
നഴ്സ് പെട്ടെന്ന് ഇഞ്ചക്ഷൻ എടുക്കാം ഡോക്ടർ. പെട്ടെന്ന്. അത് വൈദേഹിയല്ലേ? വൈദേഹിയാണെങ്കിൽ എന്നെ തിരിച്ചറിയാതിരിക്കോ? അവരുടെ മുമ്പിൽ വെച്ചല്ലേ കാറ് ബ്ലാസ്റ്റ് ആയത്. ചന്ദ്രികയുടെ കഥ കഴിഞ്ഞെന്ന് വിചാരിച്ച് അവിടെ ആഘോഷിക്കുന്നതിന് പകരം എന്റെ അടുത്തേക്ക് വന്ന് എന്നെ എന്തിനു രക്ഷിക്കാൻ ശ്രമിച്ചു. അപ്പൊ അത് ഉറപ്പായിട്ടും വൈദേഹിയല്ല. ഇതുവരെ മരിച്ചാ മരിക്കട്ടെ എന്ന് കരുതിയതാ. വൈദേഹിയെ പോലെ മറ്റാരെങ്കിലും ആണെങ്കിൽ ജീവിക്കണം. ആ പെണ്ണിനെ വെച്ചോണ്ട് ദശരഥരാമവർമ്മയോടുള്ള പക പോക്കണം. സത്യത്തിൽ ആ പെണ്ണാരാണ്? ഇപ്പൊ എവിടെയാവും? ഇവിടുന്ന് രക്ഷപ്പെട്ട അത് ആദ്യം കണ്ടുപിടിക്കണം. എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിക്കണം, ജീവിക്കണം, എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിക്കണം, ജീവിക്കണം, ജീവിക്കണം എനിക്ക്. വൈദേഹി നിന്നെ പറഞ്ഞ ചെണ്ടുമല്ലികപ്പൂവു നീ കണ്ടു കണ്ടു വന്ന വണ്ടു ഞാൻ ചുണ്ടിനുള്ളിലുള്ള തേൻ കണം തരുമോ കൺമണി കൊഞ്ചലൂറിടുന്ന പാട്ടു നീ തഞ്ചമോടെ നിന്റെ കൂട്ടു ഞാൻ നെഞ്ചിനുള്ളിലുള്ള താളമായി വരുമോ പൊന്മണി ഓ പട്ടുടുത്ത പൊൻചില്ല നീ തൊട്ടു തൊട്ടു വന്ന തെന്നൽ ഞാൻ തൊട്ടടുത്തിരുന്നു നിൻമുഖം കാണുവാൻ മോഹമായി ആ പുഞ്ചിരിയിൽ വീണു പോയി ഞാൻ I love you പുതു പ്രണയം തൂകി ഞാൻ I love you ആ പുഞ്ചിരിയിൽ വീണു പോയി ഞാൻ I love you പുതു പ്രണയം തൂകി ഞാൻ ചെണ്ടുമല്ലികപ്പൂവു നീ കണ്ടു കണ്ടു വന്ന വണ്ടു. അതല്ല, ആ മുഖം വൈദേഹിയായും ഈ മുഖം ജാനകിയായിട്ട് ശീലിച്ചു പോയില്ലേ? അപ്പൊ ഈ മുഖം ഉള്ളത് കൊണ്ട് ഞാൻ വൈദേഹിയല്ലേ? അല്ലേ? അല്ലേ എന്ന് വീട്ടില്ല. എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ഈ ജാനകിയുടെ മുഖം ഇഷ്ടമല്ല എന്നല്ലേ പറഞ്ഞ, പിന്നെ എന്തിനാ വിട്ടെ? എന്റെ അമ്മേ, ഇതുവരെ അതൊന്നും മറന്നില്ല നീ. ദേവേട്ടനല്ലേ വൈദേഹി മറന്നത്? എന്റെ പൊന്നോ, നീ വീണ്ടും പഴയ കഥ തുടങ്ങല്ലേ. വൈദേഹി ആയാലെന്ത് ജാനകി ആയാലെന്ത്, രണ്ടും എന്റെ ചൊക്കര പെണ്ണല്ലേ. ഇപ്പൊ തന്നെ ഒരുപാട് കാലം നമ്മൾ വേസ്റ്റ് ചെയ്തു. അതൊക്കെ എങ്ങനെയാ ഒന്ന് കവർ ചെയ്യാന്നിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ഒരു വൈദേഹി ജാനകി എന്നൊക്കെ പറഞ്ഞ് വെറുതെ സമയം കളയുന്നേ. ഒന്നും മനസ്സിലാക്കേണ്ട ചക്കരെ. എനിക്കൊന്നും മനസ്സിലാവില്ല. ഇവിടെ വരാൻ തൽക്കാലം നിന്നെ വിടാൻ പോകുന്നില്ല മോളെ. എന്നെ വിടുന്നുണ്ടോ ദേവേട്ടാ? ഇനി നിന്നെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഇത് നമ്മുടെ ബെഡ്റൂം ഒന്നുമല്ല, അടുക്കളയാണ് കേട്ടോ. അതിപ്പോ എവിടെയായാലും എന്താ, ഞാൻ ഈ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുന്നത് എന്റെ സ്വന്തം ഭാര്യനെ. അയ്യോ, ആരെങ്കിലും ഇങ്ങോട്ട് വരും, പലതും വിചാരിക്കും. ഒന്ന് വിട് ദേവേട്ടാ. വിചാരിക്കുകയാണെങ്കിൽ വിചാരിക്കട്ടെ, ആ ഒരു കണ്ണു അടച്ചോണ്ട് ഓടിക്കോളും. അയ്യോ, എന്റെ പൊന്ന് ദേവേട്ട ഒന്ന് പോകുന്നുണ്ടോ? വിടന്നെ.